എംഫ്ലിറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി ഉണ്ടായി. അത് മുൻ മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കെ കായൽ കയ്യേറി തൻ്റെ റിസോർട്ടിലേക്ക് റോഡ് നിർമ്മിച്ചു എന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അന്ന് വിജിലൻസ് കേസെടുത്തിരുന്നു. ആ കേസ് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു ഹർജി സമർപ്പിച്ചത്. ആ കേസ് റദ്ദാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചത്. ആ ഹർജി നടപടിക്രമങ്ങൾ പൂർത്തിയായി അതിൻ്റെ വാദങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നത്. വിജിലൻസ് കേസ് അഴിമതി കേസിൽ FIR എടുത്തു കഴിഞ്ഞാൽ റദ്ദാക്കാൻ അവകാശമില്ല എന്ന ഒരു വിധി വന്നത്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഊരാക്കുടുക്കിലായ അവസ്ഥയിലായിരുന്നു തോമസ് ചാണ്ടി. അദ്ദേഹം കേസുമായി കുറേ നാൾ കൂടി മുന്നോട്ട് പോയി. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് നിയമോപദേശം കിട്ടിയതനുസരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ കേസ് പിൻവലിക്കാനായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത്. കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്ന കാലത്താണ് നമ്മൾ ഈ കോടതികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ കേസുകളുമായി പോകുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം കയ്യേറ്റം നടത്തി എന്നുള്ളത് അടുത്ത ആലപ്പുഴ ജില്ലാ കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്തത്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് നിയമ നടപടികൾ നേരിടുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം ഈ കേസ് അനാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതി പോയി. ഹൈക്കോടതിയുടെ സമയം വെറുതെ കളയാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് 25,000 രൂപ കെട്ടിവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 25,000 രൂപ പിഴയടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ കോടതിയുടെ സമയം മെനക്കെടുത്തിയതിനും കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിനും തോമസ് ചാണ്ടി 25,000 രൂപ പിഴയടയ്ക്കണമെന്ന വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു കനത്ത അടിയാണ് തോമസ് ചാണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ റിസോർട്ടിന് വേണ്ടി കായൽ നികത്തി റോഡ് വെട്ടിയത്. വളരെ വ്യക്തമായിരുന്നു. ഒരു പ്രമുഖ ചാനൽ അത് പുറത്തു കൊണ്ടുവന്നു, തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് അത് നിയമാനുസൃതമാണ് ചെയ്തതെന്നും ആ സ്ഥലം തന്നെ വകയാണെന്നും അത് കായലല്ല എന്നുമൊക്കെ സ്ഥാപിക്കാൻ അദ്ദേഹം പല പാഴ്ശ്രമങ്ങളും നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടത് ഗവൺമെൻറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായ റിപ്പോർട്ടുകൾ കോടതിയിൽ നൽകിയതിനെ തുടർന്നാണ്. അപ്പോൾ എന്തായാലും തോമസ് ചാണ്ടിയെ പോലുള്ളവർ ഒന്ന് നാട്ടുകാരുടെ പൊതുസ്വത്ത് കയ്യേറുക, അതും അധികാരത്തിലിരിക്കുമ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ ഇരിക്കുമ്പോൾ പൊതുസ്വത്ത് കയ്യേറി സ്ഥാപിക്കുക. അപ്പോൾ അത് തെറ്റായ എന്തെല്ലാം ഇതാണ് കൃത്യമായ അഴിമതിയാണ് അല്ലേ? അത്തരം അഴിമതി നടത്തി എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞ സാഹചര്യത്തിലാണ് വിജിലൻസ് കേസെടുക്കുകയും വിജിലൻസിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അപ്പോൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തീരുന്നത് വരെയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാതെ ഇത് അന്യായമാണെന്നും സ്ഥാപിച്ചിട്ട്, അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ കണ്ണിലെങ്കിലും പൊടിയിട്ട് ഇത് താൻ ചെയ്തതല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തോമസ് ചാണ്ടി നടത്തിയ ശ്രമമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. 25,000 രൂപ കെട്ടിവെക്കുന്നു. തുകയല്ല കാര്യം. 25,000 എന്നൊക്കെ പറയുന്നത് തോമസ് ചാണ്ടിക്ക് ഒരു ടിപ്പ് കൊടുക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കനത്ത അടിയാണ് കോടതിയിൽ നിന്നിരിക്കുന്നത്. കനത്ത പിഴയാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട പിഴയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, വ്യവസായിയാണ്, 2-3 തവണ MLA ആയ ആളാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു. മറ്റു പൊതുപ്രവർത്തകർക്കും ഇത്തരം വിധികൾ പാഠമാകേണ്ടതാണ്. അനാവശ്യമായ കേസുമായി കോടതിയിൽ പോകുന്നു, അല്ലെങ്കിൽ കോടതിയും പോലീസും കേസെടുത്ത് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനും അല്ലെങ്കിൽ അതിൽ ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് വേറെ കേസുമായി പോകുന്ന ഇത്തരക്കാർ ധാരാളമുണ്ട്. രാഷ്ട്രീയക്കാരിൽ പലരുമുണ്ട്, പല തരം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഉള്ളൊരു പാഠമായിട്ടാണ് ഇന്ന് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്.